കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകിയാൽ മെഡിക്കൽ സ്റ്റോറുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. വിഷയത്തിൽ ഗൗരവമായി പരിശോധന നടത്തുമെന്നും വീണ ജോർജ് ഉറപ്പ് നൽകി. മീഡിയ വൺ വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. വാർത്ത പുറത്തുകൊണ്ടുവന്ന മീഡിയ വണ്ണിനെ മന്ത്രി അഭിനന്ദിച്ചു. ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം മെഡിക്കൽ സ്റ്റോറുകൾ പാലിക്കുന്നില്ല എന്നുള്ള വാർത്ത മീഡിയ വൺ ആണ് പുറത്തുവിട്ടത്. ഈ വാർത്തയിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ മീഡിയയോടൊപ്പം ചേരുകയാണ്. ആരോഗ്യവകുപ്പ് ആ ഉത്തരവിട്ടിട്ട് ദിവസങ്ങളായതേ ഉള്ളൂ, പക്ഷേ അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോ മെഡിക്കൽ സ്റ്റോറിലും ഇതിന്റെ സ്റ്റിക്കർ പോലും ഒട്ടിച്ചിട്ടില്ല. എന്ത് നടപടിയാണ് സ്വീകരിക്കുക? ആദ്യം തന്നെ മീഡിയ വണ്ണോട് പ്രത്യേക അഭിനന്ദനം പറയുകയാണ്. അതോടൊപ്പം നന്ദി പറയുന്നു. കാരണം ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മൾ അറിയാതെ തന്നെ ഒരു ഗുരുതരമായ ഒരു വലിയ ദുരന്തത്തിലേക്ക് മനുഷ്യരാശിയെ മുഴുവൻ തള്ളിവിടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ ഒരു റിലീഫ് ചിലപ്പോൾ അത് നമ്മുടെ രോഗത്തിന് സഹായം പോലും ആവുന്നതായിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ആൻറ്റിബയോട്ടിക്സ് പോയി വാങ്ങിച്ച് കഴിക്കുകയും എന്നാൽ ഭാവിയിൽ അത് വലിയ ദുരന്തമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങുകയും ചെയ്യരുത്, കൊടുക്കുകയും ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ഇത് സംബന്ധിച്ച് ഡ്രഗ് കൺട്രോളർ പ്രത്യേകമായിട്ട് ബോധവൽക്കരണ പ്രവർത്തനം നടത്തിയിരുന്നൊരു സ്റ്റിക്കർ ഇവർക്ക് അതിൻ്റെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളും ഒട്ടിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ ഇതിൻ്റെ പരിശോധന നമ്മൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മീഡിയ വണ്ണിൻ്റെ ഈ വാർത്ത തിരുവനന്തപുരത്താണ് നടത്തിയിട്ടുള്ളത് പരിശോധന എന്നുള്ളത് കണ്ടു. അത് ഗൗരവമായി തന്നെ പരിശോധിക്കും. ഇത് വാസ്തവത്തിൽ എല്ലാവരും, കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തത്. അവർ വന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ, വിളിച്ചു പറഞ്ഞ അഭിപ്രായങ്ങൾ, അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ നൽകിയ കമൻറ്റുകളൊക്കെ ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും ആളുകൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്തല്ലോ പോസിറ്റീവായി. അപ്പോൾ അത്രയും ആളുകളിൽ ഒരു അവയർനെസ് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഇത് കൊടുക്കരുത്, ലൈസൻസ് റദ്ദാക്കും, അതിൽ കർശനമായ നടപടികൾ സ്വീകരിക്കും. ഇത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ ഈ വിവരത്തിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനകൾ നടത്തും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓഫീസേഴ്സിൻ്റെ എണ്ണം നമുക്കൊരു വിഷയമാകാതിരിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങൾ ഇക്കാര്യം അറിയിക്കുമ്പോൾ അവിടെ ഇടപെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കും. അവസാനം മറ്റൊരു കാര്യം കൂടി, ഈ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെ ആൻറ്റിബയോട്ടിക്കാണ് ആദ്യം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നടപടിയോ അല്ലെങ്കിൽ ശരിക്കും ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെയാണല്ലോ, ഇപ്പോൾ നമ്മൾ കേരളമാണ് ആദ്യമായിട്ട് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻ രൂപീകരിച്ചത്. നമ്മളൊരു നെറ്റ്വർക്ക്, സർവൈലൻസ് നെറ്റ്വർക്ക് രൂപീകരിച്ചു. അതിൽ നമ്മൾ വിവിധ ക്ലാസിഫിക്കേഷനുണ്ട്. ഏത് ആൻറ്റിബയോട്ടിക്കാണ്, ഒരു ഫസ്റ്റ് ലൈൻ ആൻറ്റിബയോട്ടിക്സ് ഏതൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിനുശേഷം കുറച്ചുകൂടി കഴിഞ്ഞ അടുത്തൊരു ഘട്ടത്തിൽ ഇത് ആൻറ്റിബയോട്ടിക്കാണ്. ഇപ്പോൾ നമുക്ക് 2 ഹോസ്പിറ്റൽസ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി. അത് ഈ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും ഒക്കെ നടത്തിയിട്ടാണ്. അപ്പോൾ പൊതുവിൽ ഈ കാഴ്സ്നെറ്റിലേക്ക് വന്നിട്ടുള്ളത് 40 ആശുപത്രികൾ മാത്രമാണ്. അപ്പോൾ അതായത് ബഹുഭൂരിപക്ഷം ആശുപത്രികൾ ഈ നെറ്റ്വർക്കിലേക്ക് വരാത്തവരാണ്. ഇപ്പോൾ IMAയുടെ ഒക്കെ സഹായം നമ്മൾ തേടിയിട്ടുണ്ട്. എല്ലാവരും ഇതിലേക്ക് വരണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്റ്റഡി നടത്തുന്നുണ്ട്. ഓരോ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും ഏതൊക്കെ ഇതിനോടാണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതെന്നുള്ള സ്റ്റഡി നടത്തുന്നത് നമ്മളെ വാസ്തവത്തിൽ അമ്പരപ്പിക്കുന്നതാണ്. അതിൽ ഇത് മാത്രമല്ല, എല്ലാം നേച്ചറിൻ്റെ പല കമ്പോണൻസും എടുത്താണ് പരിശോധന നടത്തുന്നത്. അപ്പോൾ അടുത്തൊരു സ്റ്റഡി റിലീസ് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് കൂടി നടത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മാസത്തിലൊരിക്കൽ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തും. അതുപോലെ പൊതുവിൽ നല്ല പ്രിസ്ക്രിപ്ഷനുകൾ പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ഇടയിൽ തന്നെ ഡോക്ടേഴ്സ് തന്നെ ഒരു കറക്റ്റീവ് മെഷർ എടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, ഗുഡ് മോർണിംഗ്. ഷിജു, നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇപ്പോൾ മന്ത്രി ഇടപെട്ടിരിക്കുന്നത്. നോക്കൂ, എത്രയോ നാളുകളായി ഇപ്പോൾ എന്തിനും ഏതിനും ആൻറ്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ തന്നെ എടുക്കുന്നത് ഒരു മലയാളിയുടെ ഒരു പതിവ് രീതിയായിട്ടുണ്ട്. ചെറിയ പനി വന്നാൽ പോലും മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നു, ഡോക്ടറുടെ യാതൊരുവിധ നിർദ്ദേശങ്ങളും ഇല്ലാതെ ആദ്യം തന്നെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വാങ്ങുന്നു. ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ഇന്നലെ പല ഡോക്ടർമാരും നമ്മുടെ റിപ്പോർട്ടുകളിൽ തന്നെ പറഞ്ഞത്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്? രേഷ്മ, ഗുഡ് മോർണിംഗ്. മീഡിയ വൺ വാർത്തയെ തുടർന്നാണ് ഒരു അടിയന്തര ഇടപെടൽ നടത്താമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റു പല ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തി വരുന്നതായിട്ടും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഡോക്ടറിൻ്റെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ നൽകാൻ പാടില്ല എന്നുള്ള ആരോഗ്യ വകുപ്പിൻ്റെ
നിർദ്ദേശം ഒരു തരത്തിലും പാലിക്കാതെയുള്ള മെഡിക്കൽ സ്റ്റോറുകളുടെ പ്രവർത്തനം അത് ചെറിയ കാര്യമല്ല. അതിനെതിരെ കർശനമായ നടപടി സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. അക്കാര്യമാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. കാരണം ഈ വർഷം 2024 ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് വരിക. കാരണം ഇത്രയും കാലം ഇപ്പോൾ നേരത്തെ രേഷ്മ സൂചിപ്പിച്ച പോലെ ഏത് ചെറിയ അസുഖം വന്നാൽ പോലും മലയാളി ആശുപത്രിയിൽ പോലും പോകാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ആൻറ്റിബയോട്ടിക് ഒരു 4 ദിവസം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 8 ആൻറ്റിബയോട്ടിക് മേടിച്ചുകൊണ്ട് രാവിലെയും രാത്രിയും കഴിക്കുന്ന ആ ഒരു ശീലം മലയാളി മാറ്റിയേ മതിയാകുകയുള്ളൂ. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ തോതിൽ കൂടുതലായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൊണ്ടുവരിക, അതുമൂലം ഉണ്ടാകുന്ന മരണം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ് ആരോഗ്യവകുപ്പിനുള്ളത്. അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക് ഡോക്ടറിൻ്റെ കുറിപ്പടിയില്ലാതെ നൽകരുത് എന്നുള്ളൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചത്. ഇത് പാലിക്കാതെ കേരളത്തിലെ ഒട്ടുമിക്ക മെഡിക്കൽ സ്റ്റോറുകളും പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് മീഡിയ വൺ ചൂണ്ടിക്കാട്ടിയത്. ആ വാർത്തയിൽ ഇപ്പോൾ പ്രതികരിച്ച ആരോഗ്യമന്ത്രി പറയുന്നത് അത്തരത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ മെഡിക്കൽ സ്റ്റോറുകൾ നൽകിയാൽ ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ ലൈസൻസ് റദ്ദാക്കുമെന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. കാരണം ലൈസൻസ് റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ മെഡിക്കൽ സ്റ്റോറുകളുടെ പ്രവർത്തനം സുഗമമായിരിക്കില്ല. കാരണം ഒരു തരത്തിലും വീണ്ടും ലൈസൻസ് പുതുക്കി നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളും കർശനമായിട്ടുള്ള നടപടിയും സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ചില ഡോക്ടർമാർ ആദ്യം തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് പ്രൈമറി ആയിട്ട് നൽകുന്ന മരുന്ന് പോലും ആൻറ്റിബയോട്ടിക്കാണ്. അതിന് മുമ്പുള്ള ഡോസ് കുറഞ്ഞുള്ള മരുന്നുകൾ നൽകുന്നതിന് പകരം ആദ്യമേ ഈ അസുഖത്തെ പ്രതിരോധിക്കുന്നതിനായിട്ട് രോഗിയുടെ പോലും അനുവാദം ചോദിക്കാതെ ആദ്യം തന്നെ ആൻറ്റിബയോട്ടിക് എഴുതുന്ന ശീലം ചില ഡോക്ടർമാർക്കുണ്ട്. അതുകൊണ്ടുകൂടി അത് ഡോക്ടർമാർ ശ്രദ്ധിക്കണം. അത്തരത്തിൽ ഡോക്ടർമാരുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്താനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് 2 തരത്തിലാണ് ഇപ്പോൾ ഈ വാർത്തയിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അതായത് മീഡിയ വൺ ചൂണ്ടിക്കാട്ടിയ ഈ വാർത്തയിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന്, മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക, കുറ്റകൃത്യം തെളിഞ്ഞാൽ ആ മെഡിക്കൽ സ്റ്റോറുകളെ ലൈസൻസ് റദ്ദാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഡോക്ടർമാർ ആദ്യം തന്നെ ഈ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ശീലം അവർ ഒഴിവാക്കണം. അത്തരത്തിൽ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആശുപത്രി സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിൽ ഒരു ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്താനും ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 2 കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നടന്നു മുമ്പോട്ട് പോയാൽ ഈ ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും പക്ഷേ ഇതിനകത്തൊരു പരിമിതി നേരിടുന്നത് ഉദ്യോഗസ്ഥരുടെ ക്ഷാമമാണ്. ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോളറുടെ കീഴിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താനുള്ള സ്ക്വാഡിന് വേണ്ട ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ കൂടി ഇക്കാര്യത്തിൽ വാർത്തകൾ നൽകുന്നതിനും വിവരങ്ങൾ നൽകുന്നതിനും ആരോഗ്യവകുപ്പിനെ സമീപിക്കണം, സഹായിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി, ഈ ഒരു വിഷയത്തിൽ ആളുകൾക്ക് കൃത്യമായ അവബോധം ഇല്ലാത്തതൊരു പ്രശ്നമല്ലേ? കാരണം ഇത്രയും പാർശ്വഫലങ്ങൾ ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയാതെ ഈ മരുന്ന് വാങ്ങുന്ന ആളുകൾ ഒരുപാടുണ്ട്. രേഷ്മ, ഇതിനകത്ത് നേരത്തെ ആരോഗ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് തന്നെയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ഒരു ഗൈഡ് ലൈൻ ഉള്ളത്. അപ്പോൾ ആ ഗൈഡ് ലൈൻ എല്ലാ ആശുപത്രികളിലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ വർഷങ്ങളിലും ഇപ്പോഴും തുടർന്നു വരുന്ന ഒന്നാണ്. ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രതിരോധത്തെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ പല മാർഗങ്ങളിലൂടെ ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോലും ഈ വാർത്തയിലൂടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം വലിയ തോതിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള ഒരു ബോധവൽക്കരണമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബോധവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ സ്വയം, ഇപ്പോൾ നാം അടക്കമുള്ള ആളുകൾ സ്വയം വിചാരിക്കേണ്ടത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം ഞാൻ ഇനി കുറച്ചുകൊണ്ടുവരും, ഞാൻ ഇനി ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കില്ല എന്നുള്ള ഒരു കാര്യം മലയാളി സ്വയം വിചാരിക്കണം എന്നുള്ള അഭ്യർത്ഥന ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ്. അതായത് ഇനി ആൻറ്റിബയോട്ടിക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ചെറിയൊരു അസുഖത്തിന് താൻ ഉപയോഗിക്കില്ല എന്ന് നാം ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ കടമ്പ നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യവകുപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭാഗത്ത് ബോധവൽക്കരണം കൂടി നടത്തേണ്ടതായുണ്ട്. ഇനിയും ആളുകളെ ഇത്തരത്തിൽ ബോധവൽക്കരിക്കേണ്ടത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, ഇപ്പോൾ മറ്റ് സന്നദ്ധ സംഘടനകൾ കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണവും കൂടി ഇതിൻ്റെ അത്യാവശ്യ ഘടകങ്ങളിലൊന്നു തന്നെയാണ്. അത്തരത്തിലൊരു ബോധവൽക്കരണം കൂടി ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ഡ്രഗ്സ് കൺട്രോളറുടെ കീഴിൽ വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നു. അതോടൊപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആളുകളുടെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ആരോഗ്യവകുപ്പിനെ കൂടി അറിയിക്കാൻ പൊതുജനങ്ങൾ കൂടി ബാധ്യസ്ഥരാണ്. ആ ഒരു ഉത്തരവാദിത്വം കൂടി പൊതുജനങ്ങൾ ചെയ്യണം. ഡ്രഗ്സ് കൺട്രോളറെ ഈ വിവരം അറിയിക്കണം, നടപടിയുണ്ടാകും. പൊതുജനങ്ങൾ കൂടി ഇക്കാര്യത്തിൽ സ്വയം ജാഗ്രത പുലർത്തണം എന്നൊരു അഭ്യർത്ഥന കൂടി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും മീഡിയ വൺ വാർത്തയെ തുടർന്ന് ശക്തമായിട്ടുള്ള ഇടപെടലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയിരിക്കുന്നത്. രേഷ്മ, ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.